മൂന്ന് സ്ഥാനാർത്ഥികളിലും ഏറ്റവും യുവാവായ ആണ് അങ്ങ്. യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം അങ്ങ് വിജയിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി? യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ യാതൊരു തൊഴിൽ സാധ്യതയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അത് വളരെ കൂടുതലാണ് ഉള്ളത്. അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിത നിലവാരം കൂടുക എന്നുള്ളതല്ലാതെ അതിന് വേറെ വലിയ പരിഹാരമൊന്നുമില്ല. അതിന് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റബ്ബറിൻ്റെ വില കൂടിയാൽ, അതുപോലെ തന്നെ ഇവിടെ IT മേഖലയിൽ പുതിയ IT ഫേമുകൾ വന്നു കഴിഞ്ഞാൽ തൊഴിൽ സാധ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കോട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തുവാനും അവർക്ക് സാമ്പത്തികമായി ഉയരുവാനുമുള്ള, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുവാനുമുള്ള സാഹചര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അത് സമഗ്രമായ കോട്ടയത്തിൻ്റെ വളർച്ച. ഇപ്പോൾ റബ്ബറിൻ്റെ വില കൂടിയാൽ, അതുപോലെ നെൽകർഷകൻ്റെ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ, ഇവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്താൽ, അതുപോലെ അതുപോലെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലായി ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള വലിയ വളർച്ച കോട്ടയത്തിനുണ്ടാവും. അതിലൂടെ തന്നെ ഇവിടുത്തെ ഒരുപാട് തൊഴിലുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും. ചെറുപ്പക്കാർക്ക് ഇവിടെ വ്യവസായം ചെയ്യുവാനും ഇവിടെ തൊഴിൽ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഇവിടെ ഉണ്ടാവും. അതാണ് പ്രധാനമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ മലനാട്, ഇടനാട്, തീരപ്രദേശം, ഈ മൂന്ന് പ്രദേശങ്ങൾ കൂടിയതാണ്. തീരപ്രദേശത്തെ സംബന്ധിച്ച് മത്സ്യബന്ധനവും കൃഷിയുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇതിൽ തണ്ണീർമുക്കം ബണ്ട് ഒരു വലിയൊരു പ്രശ്നമായി നിൽക്കുന്നതാണ്. അപ്പം ബണ്ട് ഉയർത്തി കഴിഞ്ഞാൽ അത് മത്സ്യബന്ധനത്തെ സഹായിക്കുമെങ്കിലും കൃഷിക്കാരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ടെക്നിക്കലായിട്ടുള്ള സ്റ്റഡി നടത്തി മാത്രം ഒരു പരിഹാരം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ സ്റ്റഡി ഇപ്പോഴും വ്യക്തമായി നടക്കുക. കാര്യം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നൊരു വിഷയമാണ്. ചിലർ പറയുന്നത് പൊക്കണം, ചിലർ പൊക്കിയില്ലേ കുഴപ്പമുണ്ടാവും, ഇല്ലെങ്കിലും ചിലർ പൊക്കരുത് എന്നൊക്കെ പറഞ്ഞ് രണ്ട് രീതിയിൽ അഭിപ്രായം പറയുന്നവരൊക്കെയുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു യഥാർത്ഥ സ്റ്റഡി നടത്തിയ ശേഷം മാത്രമേ അതിന് ഒരു പരിഹാരം കാണാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ പരിഹാരം കാണുന്നതിനുള്ള ഇതുവരെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നടപടിക്ക് വേണ്ടി ആരും ഇതുവരെ പോയിട്ടില്ല. തീർച്ചയായും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് വേണ്ട പരിഹാരം അവിടെ കാണും. കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞ റബ്ബറാണ്. ഒരു പള്ളി മെത്രാൻ തന്നെ പറഞ്ഞിട്ട് കാര്യം 250 ആയി കഴിഞ്ഞാൽ NDA സഹായിക്കുമെന്നാണ് പറഞ്ഞത്. താങ്കളും ഇലക്ഷൻ സമയത്ത് മുന്നോട്ട് വെച്ചത് 250 ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ അങ്ങ് മുൻപന്തിയിൽ നിൽക്കും? ഈ രണ്ട് സ്ഥാനാർത്ഥികളും അതിനെക്കുറിച്ച് മിണ്ടുന്ന പോലുമില്ലല്ലോ. ഞാൻ വളരെ വ്യക്തമായി മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ, തീരുമാനമെടുത്ത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ റബ്ബറിൻ്റെ വിലയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്നും അമിത്ഷാ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉറപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതായത് കോമ്പൗണ്ട് റബ്ബർ ഇമ്പോർട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നാച്ചുറൽ റബ്ബറിൻ്റെ വില കൂടി വരാത്തൊരു അവസ്ഥയുള്ളത്. ഈ കോമ്പൗണ്ട് റബ്ബർ എന്ന പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒറിജിനൽ നാച്ചുറൽ റബ്ബർ തന്നെ ചില സാധനങ്ങൾ കലർത്തി ഇത് കോമ്പൗണ്ട് റബ്ബറാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതിപ്പോൾ കോമ്പൗണ്ട് റബ്ബർ ഇപ്പം യൂറോപ്യൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ അതിന് ഡ്യൂട്ടിയുണ്ട്. ഇവിടെ ഏഷ്യൻ കൺട്രീസിൽ നിന്ന് മാത്രം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 10% ഇപ്പോഴും ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി ഏഷ്യൻ കൺട്രീസിലുള്ള മാത്രം ഡ്യൂട്ടി ഉയർത്തി കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രശ്നമില്ലാതെ തന്നെ ഇവിടുത്തെ വില കൂട്ടിയെടുക്കാൻ കഴിയും. അത് മാത്രമല്ലാതെ പല രീതിയിൽ 3-4 മെത്തേഡ്സ് ഉണ്ട് ഇതിന് വില കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള. ആ കാര്യങ്ങൾ പീയൂഷ് ഗോയലുമായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് തീർച്ചയായിട്ടും ആ നടപടി ഞാൻ ജയിച്ചാൽ ഇവിടെ ചെയ്തിരിക്കും. NDA സ്ഥാനാർത്ഥിക്ക് കോട്ടയം ജില്ലയിൽ വേണ്ടത്ര മാധ്യമ സപ്പോർട്ട് ലഭിക്കുന്നില്ലെന്ന് തോന്നാറുണ്ട്. ഒരുപക്ഷെ ത്രികോണ മത്സരം തന്നെയാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ NDA സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തുന്നതായിട്ട് തോന്നുന്നത്? കാര്യം എന്തായാലും നമ്മൾ ജയിക്കും എന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ പലതും ഈ പറയുന്ന UDF-നോടും LDF-നോടും ചേർന്ന് നിൽക്കുന്നവരാണ്. ആ ചേർന്ന് നിൽപ്പ് കാരണം ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന എന്നെ സംബന്ധിച്ചുള്ളൂ, അല്ലെങ്കിൽ NDAയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ പലരും മടി കാണിക്കുന്നുള്ളതാണ് സത്യാവസ്ഥ. പ്രമോദ് രാമനെ പോലെയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ താങ്കളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും താങ്കളുടെ മാസ് ഡയലോഗിൽ തന്നെ താങ്കൾ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു ആവേശമായി മാറുകയും ചെയ്തു. ഇതേപോലുള്ള റിപ്പോർട്ടുകാരുടെ ഉദ്ദേശം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കുഴപ്പത്തിൽ പെടുത്താൻ വേണ്ടിയിട്ടാണോ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോഴും എനിക്ക് മനസ്സിലാത്ത ഒരു വലിയ കാര്യം, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുമായിട്ടും എൻ്റെ ഉടമസ്ഥന്മാരുമായിട്ടൊക്കെ നല്ല സുഹൃത്തുള്ള ആളാണ് ഞാൻ. ഇവിടെ ഇന്നും രാവിലെ ഒരു ഇൻ്റർവ്യൂ, ഇവിടെ ഞങ്ങൾ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഏത് പ്രസ് കോൺഫറൻസിന് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന മാധ്യമങ്ങളുടെ എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ എന്നാണ്. ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇവിടുത്തെ ഗവൺമെൻറ്റിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കുമാണ്. ഇത് പകൽ പോലെ സത്യമായി നടക്കുന്ന ഒരു കാര്യം. ഇത് സത്യമാണെന്ന് അറിയാവുന്ന മാധ്യമങ്ങൾ ഇതുവരെ ഒരു മാധ്യമമെങ്കിലും ലവ് ജിഹാദ് നടക്കുന്നുണ്ട് ഇത് അതിനെപ്പറ്റി സ്റ്റോറി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഈ പറയുന്ന കേരള സ്റ്റോറി ഇവിടെ കാണിച്ചപ്പോൾ ആ ബിഷപ്പിനെ പീഡിപ്പിക്കാനും അവരെക്കുറിച്ച് അനാവശ്യം പറയാനുമാണ് ഇവരൊക്കെ മത്സരിച്ചത്. അതിന് മറുപടി പറയാൻ പോലും ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിന് തയ്യാറായിട്ടില്ല. ഈ രണ്ടുപേരുടെയും ഒരു ബേസിക് ആയിട്ടുള്ള മര്യാദയല്ലേ അത്? കാരണം ആ സമുദായത്തിൻ്റെ പേരും ആ സമുദായത്തിൻ്റെ സഹായവും ഈ ബിഷപ്പന്മാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടി നിലനിൽക്കുന്നത് പോലും. അതേ സമയത്ത് ആ സമുദായത്തിനുണ്ടായിട്ടുള്ളൊരു പ്രശ്നം, അവിടുത്തെ ഒരച്ഛനെ വണ്ടി കയറ്റി ഉപദ്രവിക്കാൻ നോക്കുന്നു, പള്ളിയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു, അപ്പോൾ അവർ പ്രതികരിക്കാത്ത ആളുകൾ. അതുപോലെ ലവ് ജിഹാദ് വിഷയം ഉണ്ടായ സമയത്തും ഇതേ വിഷയം അവിടെയുള്ള പിതാക്കന്മാരെയൊക്കെ വളരെ മോശമായി പലരും അവിടുത്തെ മാധ്യമങ്ങളും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ സമയത്ത് അതിന് പോലും പ്രതികരിക്കാൻ ഇവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചോളം ഇന്ന് റബ്ബറിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ ഈ പറയുന്ന യഥാർത്ഥ അവർ നിൽക്കുന്ന അവരുടെ ബേസായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാരുടെ വിഷയങ്ങളിൽ നിന്നോ എല്ലാം വിട്ട് അവരുടേതായിട്ടുള്ള വേറൊരു ലോകത്താണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഉള്ളത്. അതാണ് അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം LDF വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് UDF വേണ്ടിയിട്ട്, UDF വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് LDF വേണ്ടിയിട്ട്. ഇത് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അറിയാൻ വേണ്ടി ജനമില്ലല്ലോ ഇവിടെ. ഇവർ രണ്ടുപേരും MP ആയതും MLA ആയതും UDF കൂടെ ഒന്നല്ലേ? രണ്ടുപേരും MP MLA മാരുമായിരുന്നത് എല്ലാം UDF കൂടെ നിന്ന് മാത്രമാണ്. ഒരു സുപ്രഭാതത്തിൽ നേരെ LDF വന്ന് അവിടുന്ന് വോട്ട് ചോദിക്കുക. എനിക്കറിയാം എന്ത് രാഷ്ട്രീയമാണ് ഇവർ ചെയ്യുന്നത്. തങ്ങളുടെ പിതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ചുമതലയിലോട്ട് വരുന്ന സമയത്ത് 3000-ഓളം ശാഖകളാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 7000-ഓളം ഇരട്ടിയിലധികം ശാഖകളായിട്ട് ഉയർന്നു. ഇന്ന് SNDP ഏറ്റവും അധികം ശക്തിയുള്ള ഒരു ജില്ല കൂടിയാണ് കോട്ടയം ജില്ല. ഇന്ന് അതിന് ചുമതലയിരിക്കുന്ന യൂണിയൻ്റെ സെക്രട്ടറിമാരായാലും പ്രസിഡന്റുമാരായാലും അങ്ങയുടെ അച്ഛൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആയിട്ടുള്ള ആളുകളാണ് നേതാക്കന്മാരായിട്ട് ഇരിക്കുന്നത്. അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ലഭിക്കുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ എന്നെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ നേതാവായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. ഞാൻ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാ സാമുദായിക സംഘടനകളിലെയും പ്രത്യേകം ഞാനൊരു സമുദായത്തിൻ്റെ കൂടെ നേതാവായതുകൊണ്ട് സമുദായ നേതാക്കന്മാരുടെ വിഷമങ്ങളും സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ വിഭാഗത്തിലുള്ള അവിടുത്തെ ബിഷപ്പുമാരാണെങ്കിലും പിതാക്കന്മാരോട്ടെല്ലാം നല്ലൊരു അടുപ്പവും അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം NSS ആണെങ്കിലും KPMS ആണെങ്കിലും അങ്ങനെ വിവിധ ഹിന്ദു സംഘടനകളുടെ എല്ലാം അതുപോലെ മുസ്ലിം സഹോദരങ്ങളുടെയും എല്ലാം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നത്. കാര്യം എല്ലാ വിഭാഗവുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അവരുടെയൊക്കെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതുകൊണ്ട് അതിലൂടെ സഹായം കിട്ടുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു SNDPയുടെ മാത്രമല്ല എല്ലാ സംഘടനയുടെയും സഹായവും സഹകരണവും അവരുടെയൊക്കെ എനിക്ക് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടല്ല എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും. അതിൻ്റെതായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ ജയിക്കുമെന്ന് പറയാൻ കാരണം. കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 46% വോട്ടാണ്. BJPക്ക് ഇവിടെ നൽകിയത് NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 17% വോട്ടാണ്. ഒരു 17% വോട്ടും കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ NDA സ്ഥാനാർത്ഥി വിജയിക്കാൻ പറ്റും. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ തങ്ങളുടെ എല്ലാ രാഷ്ട്രീയവും സാമുദായികവുമായിട്ടുള്ള എല്ലാ പിന്തുണയും വെച്ച് അത് ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും കോട്ടയം ജില്ലയും ത്രികോണ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ത്രികോണ മത്സരത്തിൽ നിന്ന് ഒരു കക്ഷി പരിപൂർണമായി മാറി നിൽക്കുക. കാര്യം അവർ രണ്ടും ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുള്ള ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഏതാണ്ട് 50% വോട്ട് ഞങ്ങൾക്ക് ഇവിടെ നേടാൻ പറ്റുന്ന സാഹചര്യമാണ് കോട്ടയം നിയോജകമണ്ഡലത്തിൽ ഇപ്പം നിലനിൽക്കുന്നത്. ആ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഒരു കാര്യം മനസ്സിലാക്കി, ഈ രണ്ടു പേരും ജയിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? കേന്ദ്രം ഏതാണെങ്കിലും 400-ൽ മുകളിൽ സീറ്റുമായി ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു വലിയ ഭാഗം വോട്ട് ഇവിടെ കോട്ടയത്തുണ്ട്. ആ വോട്ടും ഈ BJPയുടെ വോട്ടും
ബാക്കി എല്ലാ സംഘടനകളും ഞങ്ങൾ സഹായിക്കുന്നതോടുകൂടെ ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യം BJP ആണ്, NDA ആണ് അധികാരത്തിൽ വരേണ്ടത്, MP ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് നിന്നാൽ 50% മുകളിൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യമാണ് ഇന്ന് കോട്ടയത്തിലുള്ളത്. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം വോട്ടർമാരായിട്ടുള്ള യുവാക്കളും സ്ത്രീകളുമാണ്. പ്രചരണത്തിന്റെ ഇത്രയും നാളുകൾ കഴിയുമ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? വളരെ നല്ല പ്രതികരണമാണ്. കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഈ നമുക്ക് തൊഴിൽ സാധ്യതകളുണ്ടാകുക, IT ഹബ്ബാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമാണ്. ഇത് ഒരു കാരണവശാലും നടക്കില്ല, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇവരൊന്നും ചെയ്യാനൊന്നും കൈപോലും ഓങ്ങിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ റബ്ബർ കർഷകനാണ്, അതുകൂടാതെ തന്നെ ഞാൻ ഈ ടൂറിസം ഇൻഡസ്ട്രിക്കകത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ നമുക്കതിനകത്ത് തീർച്ചയായും ആ ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുപ്പക്കാർക്ക് ഒരുപാട് തൊഴിലും അവർക്ക് ഇവിടെ സമയം പോകാൻ വേണ്ടി പോലും പോയിരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും നമ്മുടെ ഈ കൃഷിക്കെല്ലാം വില കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ വരുന്നതോടൊപ്പം അവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നതാണ്. ഇപ്പോൾ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീയെയും പുരുഷനെയും രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എല്ലാം തുല്യം എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ പൊതുവെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കോട്ടയത്തുണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാര്യം കോട്ടയത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലാക്കുക, ഏതാണ്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് നടന്നപ്പോൾ സ്മൃതി ഇറാനി മത്സരിക്കാൻ ചെന്ന് അവിടെ ജയിച്ചു. അത് കഴിഞ്ഞ് 5 വർഷം കൊണ്ട് ഏതാണ്ട് 10 പതിറ്റാണ്ടുകളായി ഗാന്ധി ഫാമിലിക്ക് അവിടെ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്തു. 5 വർഷം കൊണ്ട് അവിടെ നടപ്പിലാക്കി. ഇവിടെ കോട്ടയം സംബന്ധിച്ചോളം ഇവിടെ എത്രയോ നാളുകളായി കേരള കോൺഗ്രസുകളും മറ്റതൊക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വരുന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനും 10-35 വർഷമായിട്ട് ഇവിടെ നടക്കുന്നതാണ്. ഇതുവരെ ഒരു റോഡോ ഒരു തോടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് റോഡിൻ്റെയൊക്കെ വീതി കൂട്ടി എന്നുള്ളതല്ല, അവിടെ എവിടെയൊക്കെ ഇച്ചിരി വീതി കൂട്ടി എന്നുള്ളതല്ലാതെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് കോട്ടയത്തില്ല. നമുക്ക് മൊത്തത്തിലൊന്ന് മാറണ്ടേ? ഏതാണെങ്കിലും ഇത്രയും പ്രാവശ്യം ഇവരെല്ലാം വോട്ട് ചെയ്ത് ഇവർ ജയിപ്പിച്ചു. ഒരൊറ്റ പ്രാവശ്യം എനിക്ക് അവസരം എന്താ, 5 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കോട്ടയം മാറ്റത്ത് കാണിച്ചു തരാം.